ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൈശാഖിന് പണം കൊടുത്തുകൊണ്ട് ഡീല് അവസാനിപ്പിക്കാനായി ഇന്ദ്രജ ഒരുങ്ങുമ്പോഴാണ് അനന്തഗോപൻ ആ വാള് വ്യാജനാണെന്ന് പറയുന്നത്. ഞാനിതിൽ കുറ്റക്കാരനൊന്നുമല്ലെന്നും മൈഥിലി കൊണ്ടുതന്ന വാള് തന്നെയാ ഇതെന്നുമൊക്കെ വൈശാഖ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ ഇന്ദ്രജ തയ്യാറാകുന്നില്ല. തുടർന്ന് സത്യങ്ങൾ അറിയാനായി മൈഥിലിയുടെ അടുത്തേക്ക് പോകുന്ന വൈശാഖിനെയാണ് കാണിക്കുന്നത്. അതേസമയം വൈശാഖ് പറഞ്ഞത് പ്രകാരം ഗുണ്ടകള് മൈഥിലിയെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. മൈഥിലി ഒന്നും ചെയ്യരുതെന്ന് പറയാനായി വൈശാഖ് വിളിക്കുമ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുകയാണ്, വൈശാഖെ, നീ വിളിച്ച സമയം അത് അല്പം നേരത്തെ ആകണമായിരുന്നു. അവളിതാ ഇപ്പൊ മരിച്ചതേയുള്ളൂ. ഇത് കേൾക്കുന്ന വൈശാഖ് ഞെട്ടലോടെ നിന്നതിന് ശേഷം കോൾ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സാവിത്രിയുടെ കാര്യം അനന്തഗോപന് ഓർമ്മ വരികയാണ്. വാളിന്റെ ഡിസൈനൊക്കെ ചോദിച്ച കാര്യം അനന്തഗോപൻ സാവിത്രിയെ വിളിക്കുന്നു. മേഡം, ആ വാളിന്റെ പിന്നില് മേഡമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടല്ലോ എന്ന് അനന്തഗോപൻ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. മേഡത്തിന്റെ ഇപ്പോഴത്തെ മുഖഭാവമേ ഞാനെന്റെ മനക്കണ്ണാടിയിൽ കാണുന്നുണ്ടെന്ന് അനന്തഗോപൻ പറയുന്നു. മര്യാദക്കാണെങ്കിൽ ആ വാളിന്റെ ഷെയർ നമുക്ക് രണ്ടുപേർക്കും കൂടി എടുക്കാമെന്നും ഒക്കെ അനന്തഗോപൻ പറയുമ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് വീട്ടിലെത്തുന്നതാണ്. താഴെ മരിച്ചു കിടക്കുന്ന മൈഥിലിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ്. മൈഥിലിയുടെ രക്തം വൈശാഖിന്റെ കയ്യിൽ പുരണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. കയ്യിലെ രക്തവും മൈഥിലിയെയും മാറി മാറി നോക്കുന്ന വൈശാഖിനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.